കേരള കോൺഗ്രസ് സിന്ദാബാദ്, കേരള കോൺഗ്രസ് സിന്ദാബാദ്, കേരള കോൺഗ്രസ് സിന്ദാബാദ്, കേരള കോൺഗ്രസ് സിന്ദാബാദ്, 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 കേരള കോൺഗ്രസ് സിന്ദാബാദ്. സംസ്ഥാന സർക്കാർ 6 മാസം മുൻപ് കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില ഓണം പടിവാതിക്കൽ എത്തിയിട്ടും നൽകാതെ PRS രസീത് നൽകി കബളിപ്പിക്കുകയാണെന്നും നെൽകർഷകരെ ഓണം ഉണ്ണാൻ അനുവദിക്കാതെ സംസ്ഥാന സർക്കാർ കിരാതമായി വേട്ടയാടുകയാണെന്നും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. വിലക്കയറ്റം മൂലം ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുമ്പോൾ സപ്ലൈകോയിൽ പോലും അമിത വില ഈടാക്കി സാധാരണക്കാരെ വഞ്ചിക്കുകയാണെന്നും സജി പറഞ്ഞു. കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് തിരുനക്കര പാടി സിവിൽ സപ്ലൈകോ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര, ട്രഷറർ റോയ് ജോസ്, ജനറൽ സെക്രട്ടറിമാരായ മോഹൻദാസ് അമ്പലാറ്റിൽ, ലൗജിൻ മാളിയേക്കൽ, ജോയ്സി കാപ്പൻ, രാജേഷ് ഉമ്മൻകോശി, ജില്ലാ ഭാരവാഹികളായ ജെയ്സൺ മാത്യു ജോസ്, ബിപിൻ രാജു ശൂരനാടൻ, ജി ജഗദീഷ്, സന്തോഷ് മൂക്കിലിക്കാട്ട്, VK സന്തോഷ് വള്ളോങ്കുടിയിൽ, ഗോപകുമാർ വാഴയിൽ, പ്രതീഷ് പട്ടിത്താനം, സാബു കല്ലാച്ചേരി, ബിജു M നായർ, സാഞ്ചോയ് തോട്ടപ്പള്ളിയിൽ, ഷാജി തള്ളകം, കുര്യൻ കണ്ണംകുളം, സോജ PC, സതീഷ് കോടിമദാർ, രമേശ് വിജി, സുരേഷ് തിരുവഞ്ചൂർ, CM ജേക്കബ്, അഖിൽ ഇല്ലിക്കൽ, ജിത്തു സുരേന്ദ്രൻ, PS വിനായകൻ, അൻഷാദ് KS തുടങ്ങിയവർ പ്രസംഗിച്ചു. നെല്ലിന്റെ പണം ലഭിക്കാതെ കഷ്ടത അനുഭവിക്കുന്ന കർഷകർ അരി വാങ്ങാൻ നിർവാഹമില്ലാതെ കട്ടൻ കാപ്പി കുടിച്ച് ജീവിതം മുന്നോട്ടു പോകാൻ തയ്യാറാകണമെന്ന് ആഹ്വാനം ചെയ്ത് പാടി സിവിൽ സപ്ലൈകോ ഓഫീസിന് മുന്നിൽ സർക്കാർ പഞ്ചസാരയ്ക്ക് വില കൂട്ടിയ സാഹചര്യത്തിൽ മധുരമില്ലാത്ത കട്ടൻ കാപ്പി ഉണ്ടാക്കി വിതരണം നടത്തി പ്രവർത്തകർ പ്രതിഷേധിച്ചു. വളരെ സന്തോഷകരമായ ഒരു സംഭവം നടന്നു. നമ്മുടെ അമേരിക്കൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടന്നു. അമേരിക്കൻ MLA എന്ന് പറയുന്നത് അറിയാം, കടുത്തുരുത്തിക്കാരുമായിട്ടിരിക്കുന്നതാണ്. അമേരിക്കൻ MLA ഇവിടെ പാർട്ടിയുടെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പേരിൽ ഇവിടെ സമരം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇന്നലെ വൈകിട്ട് 4 മണിക്ക് 15 പേരുമായി അമേരിക്കൻ MLAയും കൂട്ടാളികളും വന്ന് ഇവർ സമരം നടത്തി. പ്രിയപ്പെട്ട അമേരിക്കൻ MLAയോട് ഞങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞങ്ങൾ സമരം നടത്തുമ്പോഴാണോ നിങ്ങൾ സമരം? നിങ്ങൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷിയല്ലേ, MLA അല്ലേ? നിങ്ങൾ ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടില്ലായിരുന്നു. ഏതായാലും ഞങ്ങൾ സമരം ആഹ്വാനം ചെയ്തപ്പോഴെങ്കിലും അമേരിക്കൻ MLAക്ക് തോന്നിയ സന്തോഷമുണ്ട്. കൃഷിക്കാർക്ക് ഫലം ലഭിക്കട്ടെ. അമേരിക്കൻ MLA കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ പ്രളയം ഉണ്ടായപ്പോ അദ്ദേഹം ഞങ്ങള് വയനാട്ടിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി അവിടെ ഞങ്ങളെ പറ്റുന്ന സഹായമോടെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിച്ചപ്പോൾ അമേരിക്കയിൽ നിന്ന് അദ്ദേഹം ചാനലിനോട് പറഞ്ഞു, ഇവിടെ എല്ലാവരും ഇടപെടണം, നമുക്ക് ഉടനെ ഇവിടെ വയനാട്ടിലേക്ക് ദുരന്തത്തിൽ പോയവർക്കെല്ലാം അവർക്കെല്ലാം പണം ഉണ്ടാക്കി കൊടുക്കണം, പണം സമ്പാദിച്ചുകൊണ്ടെന്ന് അദ്ദേഹം അവിടെ ആഹ്വാനം ചെയ്തു. ആരാ? വിദേശ മലയാളികൾ പണം സമ്പാദിച്ച അല്ലെങ്കിൽ അവർ സ്വരുക്കൂട്ടിയപ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ അമേരിക്കൻ MLA അവിടെ ശ്രമിച്ചു. അതുപോലെ കേരള കോൺഗ്രസ് സമരം നടത്തിയപ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് ഇവിടെ സമരം നടത്തിയത്. അമേരിക്കയില് നമുക്ക് 10-20 ദിവസം അമേരിക്കയിലായിരുന്നു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി EK നായനാർ പറഞ്ഞത് അവിടെ ഇവിടെ ഇപ്പൊ പീഡനത്തിന്റെ കാല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അവിടെ ചായ കുടിക്കുന്ന പോലെയാ അവിടെ ഈ പീഡനം എന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടിയാണോ ചായ കുടിക്കാനാണോ MLA 20 ദിവസം അവിടെ കടന്നതെന്ന് എനിക്കറിയില്ല. മാത്രമല്ല, കോഴിക്കോട് ചായ കുടിക്കാൻ പോയപ്പോ അവിടെ DYFI പ്രവർത്തകർ പറഞ്ഞിട്ടു. അപ്പൊ DYFI ഇല്ലാത്ത സ്ഥലത്ത് പോയി ചായ കുടിക്കാനായി അമേരിക്കൻ MLA പോയതാണോ എന്നുകൂടി ഞങ്ങളോട് വിശദീകരിക്കണം. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇത്രയും വലിയ ദുരിതമുണ്ടായപ്പോൾ MLA എവിടെയായിരുന്നു? MLA അമേരിക്കയിലായിരുന്നു. അദ്ദേഹം തിരിച്ചു വരണ്ടായിരുന്നു. ഉത്തരവാദിത്ത പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ അല്ലാതെ ഇത് കൂട്ട് തറവേലയല്ല കാണിക്കേണ്ടതെന്ന് മാത്രമേ എനിക്ക് പ്രിയപ്പെട്ട അമേരിക്കൻ MLA സൂചിപ്പിക്കാനുള്ളൂ.